ഓരോ വട്ടം ഈ നടൻ ടി വിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഫേസ്ബുക്കിലൊക്കെ കുറിപ്പുകളൊക്കെ എഴുതാറുണ്ട്. കുന്നുമ്മൽ ശാന്തയും വേലായുധനും തമ്മിലുള്ള ബന്ധം, അവരുടെ പ്രണയം എന്തായിരിക്കും കുന്നുമ്മൽ ശാന്ത പറയാതെ പറഞ്ഞത്, അങ്ങനെയൊക്കെ. അതൊരു ലൈഫ് ടൈം ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ അവാർഡായിട്ടാണോ സോന നായർ എടുത്തിട്ടുള്ള ആ കഥാപാത്രം അതിൻ്റെ സ്വീകാര്യത? ആ കഥാപാത്രത്തിന് ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി സ്പീക്കിംഗ് ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഉണ്ടായിട്ടില്ല. അത് ആ ഷൂട്ടിങ്ങിന് ഉണ്ടായിട്ടുണ്ട്, റിലീസിങ്ങിന് അത് ഉണ്ടായിട്ടില്ല, എഡിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു രീതിയും ഇൻ ബിറ്റ്വീൻ ആ കഥാപാത്രം എന്താണ് പോർട്രേ ചെയ്യാൻ കാണിച്ചതും എൻഡിലും ആ കഥാപാത്രം അത്രയും സ്ട്രോങ് ആയിരുന്നു. ആ 3 സാധനങ്ങളില്ല. അതുകൊണ്ട് ഇപ്പോഴും ആളുകൾ എൻ്റെ ആ ഒരു ചെറിയൊരു പ്രകടനം എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ അതിനകത്തൊരു ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, ആ ഒരു ക്യാരക്ടർ എന്താണ് നീഡ് ചെയ്തത്, ജോഷി സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന് എന്തായിരുന്നു ആവശ്യം, അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണല്ലോ, ഒരു ഡയറക്ടറിന് ആവശ്യമുള്ളല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴും ആൾക്കാർ എന്നെ അപ്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ആ കഥാപാത്രത്തെ ചൊല്ലി എൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുമ്പം ഞാൻ താങ്ക്സ് ഒക്കെ പറയുമെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സങ്കടം, ഇല്ലാത്ത അവസ്ഥയുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്. അത് എങ്ങനെ ഈ ആൾക്കാരെ അറിയിക്കും, ഞാൻ ചെയ്തു വെച്ചത് എങ്ങനെ ആൾക്കാർ കാണും എന്നുള്ളത് ഉണ്ട്. കാരണം അത്ര മനോഹരമായിട്ടുള്ള 2-3 സീൻസാണ്. അതായത് ആ കഥാപാത്രത്തിൻ്റെ ഒരു പക്ക ക്യാരക്ടറൈസേഷനാണ് പോയത്. ആ ക്യാരക്ടർ ആർക്ക് എന്ന് പറയുന്ന കാര്യം പോയല്ലേ. നിങ്ങൾ കാണുന്ന കുന്നുമ്മൽ ശാന്തയല്ല അത് ഷൂട്ടിനുള്ളപ്പോൾ, ലൊക്കേഷനിലുള്ളപ്പോൾ നിങ്ങൾ കണ്ട കുന്നുമ്മൽ ശാന്തയല്ല അത്. അപ്പം അതിന് എനിക്ക് ഇപ്പോഴും അതിനകത്ത് ഒരു നിരാശ ഉണ്ട്.